ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഋഷഭ് പന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോച്ച് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൽ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. 3 ഫോർമാറ്റിലും എല്ലാ താരങ്ങൾക്ക് കളിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഒരു താരം. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ റൂള് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ഇവരെ ഈ റൂള് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ്, ഏകദിന, T20 ഈ 3 ഫോർമാറ്റിലും 3 താരങ്ങളാണ് ഇവർക്ക് കളിക്കാറ്. ഇതുപോലെ ഇന്ത്യൻ ടീമിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ് ഗംഭീർ. ടെസ്റ്റിൽ ഒരു ടീം, ഏകദിനത്തിൽ മറ്റൊരു ടീം, അതുപോലെ T20 ക്രിക്കറ്റിൽ വേറെ ടീം. ഇങ്ങനെയായിരിക്കും ഇനി ഇന്ത്യയുടെ കാര്യങ്ങൾ. ഇതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിനാണ് പണി കിട്ടിയിരിക്കുന്നത്. ഋഷഭ് പന്തിനെ T20യിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. പന്തിനെ മാത്രമല്ല രാഹുലിനെയും. ഇവർക്കിനി T20 കളിക്കാൻ സാധിക്കില്ല. ഇവരെ ഇനി T20 ടീമിൽ എടുക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ടെസ്റ്റ്, ഏകദിനം ഇതിൽ മാത്രമായിരിക്കും പന്തും രാഹുലും ഇനി കളിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനി T20യിൽ സ്ഥിരം ഓപ്പണറായിരിക്കും. രോഹിത് ശർമ്മയുടെ പകരക്കാരൻ സഞ്ജു തന്നെയാണ്. അതിലിനി മാറ്റമില്ല. എന്നാൽ ഇപ്പോൾ സഞ്ജുവിന് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. സഞ്ജുവിനെ നായകസ്ഥാനത്തേക്കാണ് പരിഗണിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ സൂര്യകുമാറാണ്. അതുപോലെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുമാണ്. പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കൊടുക്കുന്നതിൽ ഗൗതം ഗംഭീറിന് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ടാണ് താരത്തെ ഒഴിവാക്കിയത്. എങ്കിലും വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പാണ്ഡ്യയ്ക്കുണ്ട്. ഇപ്പോഴിതാ സഞ്ജുവിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും പരിക്കപ്പെട്ടുന്ന ഹാർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ്. പകരം സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സൂര്യ ഉള്ളപ്പോൾ സൂര്യ ക്യാപ്റ്റനായിരിക്കും. സൂര്യ ഇല്ലെങ്കിൽ സഞ്ജു ഇന്ത്യയുടെ ക്യാപ്റ്റനാവും. വൈസ് ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജുവിന് കിട്ടിയാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അല്ലെങ്കിൽ സഞ്ജു നേരത്തെ തന്നെ IPLൽ ക്യാപ്റ്റൻസി തെളിയിച്ചതാണ്. സഞ്ജുവിൽ ഗൗതം ഗംഭീറിന് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനാക്കാൻ ഗംഭീർ BCCIയുമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഞ്ജുവിന് അങ്ങനെ പുതിയൊരു റോള് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.